ആകാംക്ഷയുടെ കൊടുമുടിയിലാണ് കേരളം. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറമേക്ക് തള്ളിക്കളയുന്നുണ്ടെങ്കിലും മുന്നണി വൃത്തങ്ങളിൽ ആകാംക്ഷയുണ്ട്, ആശങ്കകളുണ്ട്, ഒപ്പം തന്നെ പ്രതീക്ഷകളുണ്ട്. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ എബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. എബി, ആലപ്പുഴ, കോട്ടയം, ഒപ്പം തന്നെ ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ മണ്ഡലങ്ങളുടെ സ്ഥിതിയാണ് എബിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എബി, മധ്യകേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയം തൃശ്ശൂർ തന്നെയാണ്. അവിടെ താമര വിരിയുമെന്നാണ് ദേശീയ തലത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ചിലതെങ്കിലും സൂചിപ്പിക്കുന്നത്. എന്നാൽ ആ ഒരു ആത്മവിശ്വാസം UDF ഇപ്പോഴും കൈവിട്ടിട്ടില്ല. LDFും അവിടെ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. മറ്റു മണ്ഡലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ LDFിൻ്റെ ഏക കനൽത്തരി ഉള്ളത് ആലപ്പുഴയിലാണ്. ആ കനൽത്തരി ഇത്തവണ ഊതിക്കെടുത്തുവെന്ന് തന്നെ UDF പറയുന്നു. എങ്ങനെയാണ് മധ്യകേരളത്തിലെ മറ്റു മണ്ഡലങ്ങളുടെ വിശേഷങ്ങൾ? മധ്യകേരളത്തിൽ UDF വലിയ പ്രതീക്ഷ പുലർത്തുന്ന മേഖലയാണ്. എല്ലാ മണ്ഡലങ്ങളിലും തന്നെ വലിയ വിജയം ഉണ്ടാകുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പക്ഷേ തൃശ്ശൂരിൽ ഇത്തവണ താമര വിരിയുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP ഉള്ളത്. ആലപ്പുഴയിലായിരുന്നു കഴിഞ്ഞ തവണ LDFിൻ്റെ ഏക MP AM ആരിഫ് വിജയിച്ചത്. അവിടെ KC വേണുഗോപാലിനെ രംഗത്തിറക്കി അതിശക്തമായ പോരാട്ടമാണ് UDF കാഴ്ചവെച്ചത്. അവിടെ തിരിച്ചു പിടിക്കുമെന്ന് തന്നെ UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എബി ചേരുന്നുണ്ട്. എബി, മധ്യകേരളത്തിൽ മണ്ഡലങ്ങളുടെ വിലയിരുത്തലുകളിലേക്ക് മുന്നണികൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും LDF തള്ളിക്കളയുന്ന ഒരു സ്ഥിതിവിശേഷമാണോ ഉള്ളത്? മണ്ഡലങ്ങളിലെ മുന്നണികളുടെ പ്രതീക്ഷകൾ എന്തൊക്കെ? ലിബീഷ്, എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുന്നു. അതിന് ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ജനങ്ങളുടെ പോൾ എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും LDF തള്ളിക്കളയുന്നു, ഭാഗികമായിട്ട് UDFും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും എറണാകുളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എറണാകുളം ഏതാണ്ട് ഒരു ഷുവർ സീറ്റ് എന്ന നിലയ്ക്ക് തന്നെയാണ് UDF കണക്ക് കൂട്ടിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ അടിയുറച്ച മണ്ഡലം, കോൺഗ്രസിൻ്റെ ഒരു പൊന്നാപുരം കോട്ട എന്നൊക്കെ പറയാൻ കഴിയുന്ന നിലയ്ക്ക് തന്നെയാണ് കോൺഗ്രസ് ഈ എറണാകുളത്തെ വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും എറണാകുളത്ത് അത്ര വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളോ ആവശ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും, പക്ഷേ അത്തരത്തിലായിരുന്നില്ല UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രചാരണ പരിപാടികൾ എന്ന് പറയുന്നത്. ശക്തമായ രീതിയിലുള്ള, അതായത് മുഴുവൻ തരത്തിലുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു പ്രചാരണ പരിപാടിയായിരുന്നു ഹൈബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പോസ്റ്ററുകളൊപ്പം തന്നെ സോഷ്യൽ മീഡിയ കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ടുള്ള പ്രചാരണ പരിപാടികൾ. അങ്ങനെ ഏത് വിധേനയും അല്ലെങ്കിൽ ഒരു വോട്ടെങ്കിലും കൂടുതൽ നേടിയെടുക്കുക, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണത്തെ പോളിംഗിൻ്റെ ശതമാനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത് ഏതാണ്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തന്നെ 80,000 പരം വോട്ടിൻ്റെ കുറവ് ഇത്തവണ എറണാകുളത്ത് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിലൊരു വലിയ കുറവ് എന്തായാലും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ P. രാജീവാണ് കഴിഞ്ഞ തവണ ഹൈബിയുടെ എതിരാളിയായി ഉണ്ടായിരുന്നത്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് മികച്ച രീതിയിലൊരു മുന്നേറ്റം എന്തായാലും ഇത്തവണ ഷൈൻ ടീച്ചർക്ക് നേടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ LDF കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം സ്ത്രീകൾക്കിടയിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം നേടാൻ സാധിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപവാദങ്ങളോ ഒരു എതിരഭിപ്രായങ്ങളോ ഒന്നും തന്നെ ഉണ്ടായ ഒരു സ്ഥാനാർത്ഥിയല്ല ഷൈൻ ടീച്ചർ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ BJPയുടെ കാൻഡിഡേറ്റ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള KS രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. അദ്ദേഹം ആലപ്പുഴ അതുവരെ കാണാത്ത നിലയ്ക്കുള്ള വലിയ രീതിയിലുള്ളൊരു വോട്ട് ഷെയർ BJPക്ക് വേണ്ടി നേടിയെടുത്തൊരു നേതാവ് കൂടിയാണ്. KS രാധാകൃഷ്ണനാണ് ഇവിടേക്ക് ഇത്തവണ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ KS രാധാകൃഷ്ണൻ ഒരു വ്യക്തിപ്രഭാവം, ഒപ്പം തന്നെ BJPയുടെ വോട്ട്, അങ്ങനെ ഇത്തവണ NDA ഇവിടെയും കൂടുതൽ വോട്ട് പിടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കൈവരിക്കുന്നുണ്ട്. എന്തായാലും ഭൂരിപക്ഷത്തിൽ കുറവ് വന്നാലും ഇത്തവണയും എറണാകുളം IBക്കൊപ്പം തന്നെ ആയിരിക്കും, കോൺഗ്രസിനൊപ്പം തന്നെ ആയിരിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഉള്ളത്, കോൺഗ്രസിനും UDFിനും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇനിയിപ്പോൾ ഈ എറണാകുളത്തിൻ്റെ 2 മണ്ഡലങ്ങളാണ് നമുക്കുള്ളത്. ഒരെണ്ണം ചാലക്കുടിയാണ്. ചാലക്കുടിയിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിന് തന്നെ ലീഡർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ജയിച്ചു പോയൊരു മണ്ഡലം കൂടിയാണ് ചാലക്കുടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തായാലും കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഇത്തവണ പക്ഷേ ബെന്നി ബെഹ്നാനായിരുന്നു കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി തന്നെ ഇത്തവണ മത്സര രംഗത്തുണ്ടായിരുന്നു. ഒപ്പം തന്നെ C. രവീന്ദ്രൻ അതേപോലെയുള്ള മുതിർന്ന ഒരു നേതാവ്, ഒരു ക്ലീൻ ഇമേജുള്ള ഒരു നേതാവിനെ തന്നെ അവിടെ മത്സര രംഗത്ത് ഇറക്കാൻ LDFന് സാധിച്ചു. ആ നിലയ്ക്കുള്ള വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ, പോരാട്ടങ്ങൾ നടന്നു. ഒപ്പം തന്നെ BD ജയസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു NDAക്ക് വേണ്ടി ചാലക്കുടിയിൽ മത്സര രംഗത്തുണ്ടായിരുന്നു. അങ്ങനെ ആ നിലയ്ക്ക് ശക്തമായ രീതിയിൽ നമ്മൾ ഇത്തവണത്തെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് മൊത്തം
മത്സരരംഗത്തും BDJSന്റെ സീറ്റുകൾ അവർ കൃത്യമായ രീതിയിൽ അവരുടെ പ്രചാരണം ശക്തിപ്പെടുത്തുകയും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതായിട്ടും പല സർവേകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്കൊരു പ്രകടനം തന്നെ ഇവിടെ ഏതാണ്ട് ഒരു 2% വോട്ടിൻ്റെയൊക്കെ കൂടുതൽ ഒരുപക്ഷെ BDJS നേടാൻ കഴിയുമെന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ ചാലക്കുടി, എറണാകുളം ഈ 2 മണ്ഡലങ്ങളിലെ വിജയങ്ങളെ സ്വാധീനിക്കാനും അല്ലെങ്കിൽ ഒരു പരിധിവരെ വലിയ രീതിയിലൊരു നിർണായക ശക്തിയാകാനും കഴിയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 2020യുടെ സാന്നിധ്യം തന്നെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പല സർവേകളിലും ഈ ഒരു സംഭവം അല്ലെങ്കിൽ LDF, UDF, NDA 3 മുന്നണിയുടെ കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ എറണാകുളത്ത് കൃത്യമായ രീതിയിൽ 2020യുടെ സാന്നിധ്യം പറയേണ്ടതുണ്ട്. ആ 2020യുടെ സാന്നിധ്യം തന്നെയാണ് ഇത്തവണ LDFന് അല്ലെങ്കിൽ ഈ UDFന്റെ ഒരു അപ്രമാദിത്വത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കോട്ടം വരുത്താൻ സാധിക്കുക എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട കാര്യം. 2 മണ്ഡലങ്ങളിലാണ് 2020 ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. അത് എറണാകുളത്തും ചാലക്കുടിയിലുമാണ്. എറണാകുളത്ത് ശക്തമായ രീതിയിൽ അവരുടെ ഒരു സാന്നിധ്യം എന്തായാലും ഉണ്ടാകും. ഹൈബീഡിൻ്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള കാരണം അതുതന്നെയാകും. കഴിഞ്ഞ തവണ ഏതാണ്ട് 1.25 ലക്ഷത്തിലപ്പുറത്തേക്ക് ഭൂരിപക്ഷം പോയിട്ടുണ്ടെങ്കിൽ അത് ഇത്തവണ ഏതാണ്ട് അതിൻ്റെ ഒരു പകുതിയിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത്. എന്തായാലും വിജയം ഉറപ്പ് പറയുന്ന ഘട്ടത്തിൽ പോലും കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈബീഡിനുമായി സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഇത് 2020 വലിയൊരു ശക്തിയായി കണക്കാക്കിയിട്ടില്ല. പക്ഷേ ഞാൻ അതിൻ്റെ എല്ലാ തലത്തിലുള്ള എല്ലാ വശങ്ങളും പരിശോധിച്ചിരുന്നു. 2020 ശക്തമായ ഒരു സാന്നിധ്യം തന്നെയാണ്. അത് അവരിലേക്ക് പോകുന്ന വോട്ടുകൾ കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് എന്നുള്ള വിലയിരുത്തൽ കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് അദ്ദേഹം നമ്മളോട് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യത്തിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ആ നിലയ്ക്കുള്ളൊരു സാഹചര്യം തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുക, ചാലക്കുടിയിലും കാണാൻ കഴിയുക. ചാലക്കുടിയിൽ ബെന്നി ബെഹനാനെ ഏത് വിധേനയും പരാജയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടി ഏതെങ്കിലും വിധത്തിൽ 2020ക്കുണ്ട്, സാബുവും ജേക്കബിനുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ അവിടെ മത്സരിക്കുന്നത് സഭയുടെയൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. ചാർലി എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം സഭയുടെയൊക്കെ അടുത്ത ഒരു ആൾ കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള വോട്ട് കൂടി അവരിലേക്ക് എത്താൻ കഴിയും എന്നുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി എന്തായാലും 2020ക്കുണ്ട്. അവിടെ രവീന്ദ്രനാഥ് ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കുമെങ്കിൽ പോലും ബെന്നി ബെഹനാൻ കഴിഞ്ഞ തവണ നേടിയിരിക്കുന്നത് ഏതാണ്ട് 13%-ലധികം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ആ ഒരു അത്രയും വലിയൊരു കുറവ് ഇത്തവണ അല്ലെങ്കിൽ ആ വോട്ട് മുഴുവനായി മറികടക്കാനൊരു സാധ്യത കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 2 മണ്ഡലങ്ങൾ എറണാകുളം, ചാലക്കുടി മണ്ഡലങ്ങളിൽ കൃത്യമായ രീതിയിൽ UDF അവരുടെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണങ്ങളും വിലയിരുത്തലുകളും ഒക്കെ തന്നെയാണ് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ആലപ്പുഴ എന്ന് പറയുന്ന ആലപ്പുഴ കഴിഞ്ഞ തവണ നമ്മൾ എല്ലാവരും പറഞ്ഞ കനൽ ഒരു തരി മതി എന്നുള്ള ഒരു തരത്തിലേക്ക് പോലും പറഞ്ഞ ഒരു സ്ഥലമാണ്. പക്ഷേ ഇത്തവണ കനൽ കെട്ടുപോകുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഒരു സൂചനയൊക്കെ ലഭിക്കുന്നുണ്ട്. കാരണം വള്ളപ്പാട് അകലെ ഒരുപക്ഷെ KC വേണുഗോപാൽ ജയിക്കാനുള്ള സാധ്യത കൂടി കണക്കാക്കപ്പെടുന്നുണ്ട്. കാരണം കേരളത്തിൽ എന്തായാലും ദേശീയ നേതൃത്വം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ 2 പേർ മത്സരിക്കുന്നു. ഒന്ന് രാഹുൽ ഗാന്ധി ആണെങ്കിൽ മറ്റൊന്ന് സ്വാഭാവികമായും KC വേണുഗോപാൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം കഴിഞ്ഞ തവണ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഏതാണ്ട് 10,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ആരിഫിനുണ്ടായിരുന്നത്. ആരിഫ് ഇതുവരെയും ഒരു മത്സരത്തിൽ പോലും തോക്കാത്ത ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് എന്നുള്ളൊരു കാര്യം കൂടി അടിവരയിട്ട് പറയേണ്ടതുണ്ട്. ഇത്തവണ ആരിഫ് ജയിച്ചാലും തോറ്റാലും അത് ചരിത്രം എന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ. പക്ഷേ ഇത്തവണ അത് ജയിച്ചുകൊണ്ടുള്ളൊരു സാഹചര്യം ആയിരിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവിൽ